ആ പിന്നെ എന്തുണ്ടോ? പണിയൊന്നും ഇല്ലേ? പണിയൊന്നുമില്ല ആശാനെ. ഓണായിട്ട് 5 പൈസയുടെ പണി ചെയ്തു. ആ, എനിക്കും പണിയൊന്നും ഇല്ല. വല്ല നിധിയും കിട്ടിയാൽ മതിയായിരുന്നല്ലേ. എന്റെ അപ്പന്മാരുടെ കാലത്ത് ഒരു പിന്നെ ഒരു പെട്ടി എനിക്ക് തന്നിട്ടുണ്ട്. അത് പൊട്ടിച്ച് നോക്കാം. നിധിയാണ്? ആ, നിധി ഇവിടെ. ആ, ഇത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്, ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ട് വെച്ചിട്ടിരിക്കുകയായിരുന്നു. നിധി ഉണ്ടതാ? ആ, ഇവിടെ. ആ, വിനോദ് നീ പറഞ്ഞോണ്ട് അതിനകത്ത് വല്ലതും ഉണ്ടാവും. നമുക്ക് നോക്കാന്നേ, പൊട്ടിച്ചു നോക്കാന്നേ. പൊട്ടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാല് നമ്മൾ മാത്രമേ അറിയാവൂ. പോലീസ് പിടിക്കുക? പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം അറിയാവോ, ഇതുകൊണ്ട് സർക്കാർ പോവും, കേസാവുക. ആ, അപ്പൊ എന്ത് ചെയ്യും? ഒരു പണിയാ, നമുക്ക് നമ്മുടെ ബിൽഡർ ഇല്ലേ, സജിച്ചേട്ടൻ, സജിച്ചേട്ടൻ്റെ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് പുള്ളിനെ കൊണ്ട് പൊട്ടിക്കുക. അത് നല്ലതാ. ഇതിന്റെ ഒരു ഭാഗമില്ല, ഇതിന്റെ ഒരു ഭാഗം പുള്ളിക്ക് കൊടുക്കാന്ന് പറയാം. അപ്പൊ ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ 3 പേര് മാത്രം, അത്രേ ഉള്ളൂ. മൂന്നായിട്ട് വീതിക്കണം. ഞാൻ വേണേ എടുത്തിട്ട് വരാം. എടാ, ഇത് പല പ്രാവശ്യം പൊട്ടിക്കാൻ നോക്കിട്ടെ ഇതുവരെ നടന്നിട്ടില്ല. ഉണ്ടല്ലേ? ഉറപ്പായിട്ടും എന്താണ് അവിടെ നിന്ന് രണ്ടും കൂടി ഒരു പരിങ്ങില് കാണുന്നുണ്ടല്ലോ, എന്താണ്? സഞ്ചിടാ ഇത് കാണണ്ടതാ. എല്ലാരും കണ്ട പിന്നെ കേസാകുന്ന രീതിയൊന്നുമല്ലേ പറയാൻ. ഇങ്ങോട്ട് എന്തോ ഉടായ്പ പരിപാടി ഉണ്ടല്ലോ. നീ എന്നാ വിചാരിച്ച ഇതിനകത്ത് നിധിയാണ്? ഇതിനകത്ത് നിധിയൊന്നും ഇല്ല. അങ്ങനെ പറയാൻ കൊള്ളാമോ? ആ ചെറുക്കനാണ് വായ്പ. അവൻ എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടായാൽ ഈ 2 പേരെ പോലീസ് കേട്ടാൽ വേറെ ആൾക്കാരൊന്നും വേണ്ട, ഈ ഒരു ചെറിയ മരുന്ന് സാധനം മതി. ആശാനെ ആരെങ്കിലും ഇങ്ങനെ പറയും. ആശാനെ, ഇതാണ് സജിയുടെ വീട്. സജിനെ വിളി. വർഷോപ്പ് ഇവിടെ തന്നെ ഉണ്ട്. വിളിച്ചോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് വിളിക്കണം. വിളിക്കാതെ എങ്ങനെ ഇത് പൊട്ടിച്ചെടുക്കണ്ടേ? എന്റെ ആശാൻ നമുക്ക് തന്നെ തല്ലി പൊട്ടിച്ചെടുത്താ പോരെ? അല്ല, അതിനകത്ത് ഒരുപാട് സ്വർണം കാര്യമൊക്കെ ഇത് പൂട്ടി ഒക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, എങ്ങനെ നമ്മൾ എടുക്കും? അന്നേരം പുള്ളിക്ക് കൊടുക്കണ്ടേ? ഇച്ചിരിയെങ്കിലും കൊടുക്കാം, കുറച്ച് ഹാലോങ്കിലും കൊടുക്കാം. ചേട്ടാ, അമ്മച്ചി കഴിക്കാനില്ലേ? ഒന്ന് വിളിക്കേ. അല്ല, ഞാന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന ആ സഞ്ചിക്കാട്ട് ഇരിക്കണം വലിയ മണിയാശന്റെ അച്ഛനപ്പന്മാര് പോയി കരുതി വെച്ച സ്വർണവും പണ്ടോ താനൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോ ചിരിച്ചു. സത്യം. പിന്നെ അതൊന്ന് പൊട്ടിക്കണം. അത് ഇരുമ്പിന്റെ ആണ്. അതൊന്ന് പൊട്ടിക്ക് നമുക്ക് അതിനകത്തുള്ള സാധനം ഒന്ന് എടുത്തു തരുമോ? 10,000 രൂപ തരാന്ന്. പിന്നെ 600. അതിന്റെ പകുതിയാ? പകുതി എനിക്ക് വേണം. അങ്ങനെയാണെന്നെങ്കിൽ ഡീൽ ഉറപ്പ്. പകുതിയല്ല, അങ്ങനെ ഒരു കാര്യം പറയാം. നമുക്ക് ആ സാധനം എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞ് പുള്ളിയിൽ ഒഴിവാക്കിയാലോ? സൂപ്പർ ഐഡിയ. സൂപ്പർ ഐഡിയ. അണെന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാം. ഇത് പൊട്ടിക്കാൻ ഇച്ചിരി പാടാണ് സാധനം. നോക്കട്ടെ, സാധനം നോക്കട്ടെ.
ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടിരിക്കണത് പണ്ടത്തെ സാധനമല്ലേ? അതെ. ഭയങ്കര പാടാണ്. ആ പിന്നെ സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് അതിനകത്ത്. എന്ത് സാധനം? അതുണ്ട്, സ്വർണ്ണമൊക്കെ ഉണ്ട് അതിനകത്ത്. നമുക്ക് അവനെ ഒഴിവാക്കാം. ആ ആ ആ ആ അവനെ ഒഴിവാക്കാൻ ഇത് രണ്ടായിട്ട് എടുത്താൽ മതി. ആ അത് നല്ല ഐഡിയ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാനിപ്പോ പറയാം. ആ ആ ആ ഓക്കെ. ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇത് പൊട്ടിക്കണതിന്റെ മെഷീൻ എന്റെ കയ്യിലില്ല. നാളെ കൊണ്ടുവന്നിട്ട് സൈറ്റിൽ ഇരിക്കുകയാണ്. നാളെ പൊട്ടിക്കാൻ നമുക്ക്. നാളെ പൊട്ടിക്കാനേ നടക്കത്തുള്ളൂ. ഇല്ലേ നാളെ പൊട്ടിക്കാൻ പറ്റുള്ളൂ. നാളെ പൊട്ടിക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാം. അല്ല നാളെ പൊട്ടിക്കും. നിങ്ങൾ ചിരിക്കുന്നത് തന്നെ കളിയാക്കുക. അല്ലല്ല, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മൂന്നായിട്ട് എടുക്കാം. അങ്ങനെ വല്ലതും പറയല്ലേ. വാ ഇതൊക്കെ പൊട്ടിക്കാൻ എനിക്ക് നമ്മളിത് കുറെ കണ്ടല്ലോ. പക്ഷെ ആശാന് എന്നെ ഒഴിവാക്കാൻ നോക്കിയാ. അങ്ങനെയല്ല, സജി പറഞ്ഞോണ്ട്. വളയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വെള്ളത്തിൽ വിളിക്കുന്നു. അതൊരു സഞ്ചിയാണ്. ബംഗ്ലാവ്, 1 ഏക്കർ സ്ഥലം. എന്റെ ദൈവമേ, എനിക്ക് രാജയോഗം വന്നിരിക്കുന്നു. വേദനിക്കുന്ന കോടീശ്വരൻ നോക്കിക്കേ. എന്താ ആശാന്റെ ഒരു അണ്ടി. ആശാല ഇത് ആശാന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും കഞ്ഞിയും കൂട്ടാൻ വിളിച്ച് കളിച്ച പെട്ടിയാവുന്നത്.